+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ എക്സാം നമുക്ക് എത്ര എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട്. അപ്പം എക്സാം നമുക്ക് എളുപ്പത്തിൽ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് നിങ്ങൾക്കിപ്പം ഒരുപാട് ടൈം ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ഇപ്പം തന്നെ ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാം നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടി സാധിക്കും. പിന്നീട് ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ കോമൺ പേപ്പേഴ്സ് ഒഴികെ ബാക്കി പേപ്പേഴ്സ് നിങ്ങൾക്ക് മലയാളത്തിലും എക്സാം എഴുതാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അതിന് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾക്ക് അറിയാവുന്ന ഒരു ആൻസർ തന്നെ നിങ്ങൾ തെറ്റിച്ചെഴുതി കഴിഞ്ഞാൽ അതിനുള്ള മാർക്ക് കുറയും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. മാക്സിമം നിങ്ങൾക്ക് ഇനി ഒരുപാട് ടൈം ഉണ്ട്. ആ ഒരു ടൈം അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ വേണ്ടി സാധിക്കും. അപ്പം ആരും തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമല്ല. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സെമ്മിലാണെങ്കിലും അതല്ല സെക്കൻഡ് സെമ്മിലാണെങ്കിലും നമുക്ക് എക്സാംസിന് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻസ് ഏത് രൂപത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോസ് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ മെയിൻ പേപ്പേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള ആൻസേഴ്സ് വരാറുണ്ട്. ഷോർട്ട് ടോപ്പിക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് ഏത് ഭാഗത്ത് നിന്നാണെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിന് ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കിട്ടുന്ന ടൈം അനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. നമുക്ക് റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഇനിയിപ്പം എല്ലാ പോർഷൻസും കവർ ചെയ്തതിന് ശേഷമാണ് ശരിക്കും നമ്മൾ റിവിഷനിലേക്ക് കിടക്കുന്നത്. അപ്പം ഓരോ ക്ലാസ്സും അല്ലെങ്കിൽ ഓരോ പോർഷൻസും നിങ്ങൾ വായിക്കുന്നതോടൊപ്പം തന്നെ ഷോർട്ട് നോട്ടും കാര്യങ്ങളും എഴുതി പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏത് ഭാഗത്തു നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്കോട് കൂടി തന്നെ നമുക്ക് പാസ്സാവാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെയും കൂടെ ഇഫേർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പാസ്സാവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇന്ന് തൊട്ട് ഇതുവരെ പഠിച്ച് തുടങ്ങാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കൂടി ഇന്ന് തൊട്ട് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തൊട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയുള്ളത് നമുക്ക് എക്സാം ടൈമാണ്. അപ്പോൾ എക്സാമിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്കിപ്പോൾ ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഏത് ടൈമിലാണോ പഠിക്കാൻ പറ്റുന്നത് ആ ഒരു ടൈം അനുസരിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് നോർമലി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൂടെ ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണെങ്കിലും എങ്ങനെ ആൻസേഴ്സ് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും 100% മാർക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്